ഹലോ, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഞാനിന്ന് കുക്കറിൽ ചോറ് വെച്ചാൽ എങ്ങനെ ഒട്ടാതെയും വഴുവഴുപ്പില്ലാതെയും നല്ലതിലെങ്ങനെ ചോറ് വെക്കുക എന്നുള്ളത് കേട്ടോ കാണിക്കണേ. നല്ല അടിപൊളിയായിട്ട് നമ്മൾ അടുപ്പത്ത് വെച്ച അതേപോലത്തെ ടേസ്റ്റിലും അതേ ഇതിലും ഞാൻ വെക്കുന്നതാണ് കേട്ടോ കാണിക്കണത്. ഞാൻ ജയാരിയാണ് വാങ്ങൽ. അത് നല്ല വേവുള്ള അരി, 1 മണിക്കൂറെങ്കിലും വേണം വിറകടുപ്പിൽ വെക്കുമ്പോൾ. ഇതത്രയൊന്നും വേണ്ട, നല്ല വേവുള്ള അരിയാണ്. അപ്പം അത് കഴുകിയിട്ട് കുക്കറിലിടുക. 2 ഗ്ലാസ് അരി ഞാൻ എടുത്തിട്ടുണ്ട്. അതിക്ക് ഈ പാത്രത്തിന് തന്നെ ഞാൻ ഒരു മുക്കാൽ പാത്രം ഉണ്ടാവും അരി കഴുകി കഴിഞ്ഞപ്പോൾ. അപ്പോൾ അതിന് തന്നെ ഒരു 2.5 പാത്രം വെള്ളം, ഈ എടുത്ത പാത്രത്തിന് 2.5 പാത്രം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നല്ലോണം അങ്ങനെ പൊന്തി നിൽക്കണം വെള്ളം. കുറച്ചൊക്കെ ഒരു വലിപ്പമുള്ള കുക്കർ എടുക്കണം. കുറച്ച് അരിയാണെങ്കിലും കുറച്ച് വലിപ്പമുള്ള കുക്കർ എടുക്കുമ്പോഴാണ് നന്നായിട്ട് വെന്ത് കിട്ടും. അല്ലെങ്കിൽ അത് ഒട്ടും ചെയ്യും, വേവുമില്ല. ഇനി അതവിടെ കിടക്കട്ടെ. ഇതിനൊരു 7 വിസിൽ വരണം കേട്ടോ, നല്ലോണം വേവുക. 7 വിസിൽ വന്നിട്ടുണ്ട്. ഇനി തുറന്ന് നോക്കുമ്പോൾ ശരിക്ക് വന്നിട്ടുണ്ട്. 7 വിസിൽ കറക്റ്റ് വേവിൻ്റെ പാകം. ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്നും കൂടെ അതിൻ്റെ പശ ഒന്ന് കുറയാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. നല്ല പാകത്തെ വേവാണ്. അടുപ്പത്ത് വെക്കുമ്പോൾ എന്തായാലും 1 മണിക്കൂർ പിടിക്കും. ഇനി അതിൽ നിന്ന് ഇങ്ങനെ വാർത്തെടുക്കാം നമുക്ക്. ജയരി നല്ല ചോറുണ്ടാവും, നല്ല ഇതുണ്ടാവും. റേഷൻ കടയിലത്തെ അരിയൊക്കെ ആണെങ്കിൽ 1 വിസിൽ മതി, എന്നാൽ തന്നെ പാകത്തെ വേവാവും. ഇവിടെ നല്ല ചോറായി കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി അടുത്ത ടിപ്സ്, കടല പെട്ടെന്ന് രാവിലെയൊക്കെ നമ്മൾ എണീക്കുമ്പോൾ വെള്ളത്തിലിടാൻ മറക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ എളുപ്പത്തിൽ അത് പൊതിരാനുള്ളൊരു വഴിയാണ് കേട്ടോ. അത് തിളച്ച വെള്ളം, നല്ല വെട്ടി തിളച്ച വെള്ളം ഒഴിച്ച് വെക്കുക. എന്നിട്ട് കാസറോളിൽ അടച്ച് വെക്കുക. 1/2 മണിക്കൂർ അടച്ച് വെച്ചാൽ എടുക്കുമ്പോൾ നല്ലോണം കുതിർന്നിട്ടുണ്ടാവും. അതിൻ്റെ തൊലിയൊക്കെ വരുന്നുണ്ട്, അത്രയും നല്ലോണം കുതിരും. അപ്പോൾ നമ്മൾ ചില ദിവസങ്ങൾ മറക്കൂലേ, എന്തായാലും മനുഷ്യന്മാരല്ലേ, മറക്കൂലേ. അപ്പോൾ മറന്ന സമയങ്ങളിലൊക്കെ ഇങ്ങനെ ചെയ്യാം കേട്ടോ.